പ്രതികൾക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകാൻ പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും വാട്സ്ആപ്പ് അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന നിർണായക വിധിയുമായി സുപ്രീം കോടതി. ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ നോട്ടീസ് നൽകാൻ പോലീസിനെ അനുവദിക്കണമെന്ന ഹരിയാന സർക്കാരിന്റെ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇക്കാര്യം പറഞ്ഞത്. ഇത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. വാട്സാപ്പിൽ ഡബിൾ ടിക്ക് കണ്ടാൽ സമൻസ് കൈപ്പറ്റിയതായി കണ്ട് അറസ്റ്റിലേക്കും മറ്റും പോകുന്ന നടപടികൾ രാജ്യത്തെ പല പോലീസ് സംവിധാനങ്ങളും സ്വീകരിച്ചിരുന്നു. കേരളത്തിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് സുപ്രീം കോടതി നിലപാട് എടുക്കുന്നത്. ഇതോടെ പോലീസ് സമൻസുകളെല്ലാം നേരിട്ട് കൈമാറേണ്ടി വരും. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ പുതിയ നിയമം സമൻസും വാറന്റും പുറപ്പെടുവിക്കുന്നതിനും നൽകുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള കോടതി നടപടികൾക്ക് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ടെന്നും അത് പോലീസിനും അനുവദിക്കണമെന്നായിരുന്നു വാദം. ഇത് കോടതി നിരസിച്ചു. കോടതി പുറപ്പെടുവിക്കുന്ന സമൻസ് ഒരു ജുഡീഷ്യൽ ആക്ട് ആണെന്നും അന്വേഷണ ഏജൻസി പുറപ്പെടുവിക്കുന്ന നോട്ടീസ് ഒരു എക്സിക്യൂട്ടീവ് ആക്ട് ആണെന്നും ജുഡീഷ്യൽ ആക്ടിന് നിർദ്ദേശിച്ചിരിക്കുന്ന നടപടിക്രമം എക്സിക്യൂട്ടീവ് ആക്ടിന് നിർദ്ദേശിച്ചിരിക്കുന്ന നടപടിക്രമത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും ജസ്റ്റിസുമാരായ MM സുന്ദരേഷ്, NK സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് വിധിച്ചു. പോലീസ് സമൻസിന്റെ കാര്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം ഉൾപ്പെട്ടിരിക്കുന്നുവെന്നും കാരണം സമൻസ് പാലിക്കാത്തതിന് വ്യക്തിയെ അറസ്റ്റ് ചെയ്യാമെന്നും കോടതി നിരീക്ഷിച്ചു. അത്തരം സന്ദർഭങ്ങളിൽ ഇലക്ട്രോണിക് ആശയവിനിമയ മാർഗത്തിലൂടെയല്ല പ്രതിക്ക് നേരിട്ട് നോട്ടീസ് നൽകുന്നതാണ് ഉചിതമെന്നും കോടതി വ്യക്തമാക്കി. അമിക്കസ് ക്യൂറിയായി കോടതിയെ സഹായിക്കുന്ന മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്രയുടെ വാദം അംഗീകരിച്ച കോടതി സേവന രീതി അനുസരിച്ച് ആ വ്യക്തിക്ക് വ്യക്തിപരമായി സമൻസ് അയക്കണമെന്ന് നിർദ്ദേശിച്ചു. വാട്സാപ്പും ഇലക്ട്രോണിക് സംവിധാനങ്ങളും മുഖേന സമൻസും നോട്ടീസും അയക്കരുതെന്നാണ് പോലീസിനോട് സുപ്രീം കോടതി പറയുന്നത്. ഇമെയിൽ മുഖേന പോലും സമൻസ് അയക്കാൻ ഇനി പോലീസിന് കഴിയില്ല. മറുനാടൻ മലയാളിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷകനാണ് സിദ്ധാർത്ഥ് ലൂത്ര. SC/ST ആക്ട് ദുരുപയോഗപ്പെടുത്തി ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യാനുള്ള നിർണായക ഉത്തരവിന് വേണ്ടി വാദിച്ചത് ലൂത്രയാണ്. ഇതോടെ SC/ST നിയമ ദുരുപയോഗം രാജ്യത്താകെ തടയപ്പെട്ടു. അത്തരത്തിലൊരു അഭിഭാഷകനാണ് വാട്സ്ആപ്പ് സമൻസിലും സാധാരണക്കാർക്കു വേണ്ടി സുപ്രീം കോടതിയെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിയത്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നവരെ നേരിട്ട് കണ്ട് സമൻസ് കൈമാറുക, വാട്സ്ആപ്പ് മുഖേന സമൻസ് അയക്കാൻ അനുവദിക്കണമെന്ന ഹരിയാന പോലീസിന്റെ അപേക്ഷ തള്ളിയ സുപ്രീം കോടതി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ മുഖേന നോട്ടീസും സമൻസും അയക്കുന്നത് അംഗീകരിച്ചിട്ടില്ലെന്നും വിശദീകരിക്കുക കൂടിയാണ്. കേരളത്തിലും സമൂഹ മാധ്യമ അക്കൗണ്ടും ഇമെയിലും വഴി സമൻസ് നൽകുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ അതായത് BNSS വകുപ്പുകൾ പ്രകാരം ഔദ്യോഗികമാക്കാനുള്ള ചട്ടങ്ങൾ സർക്കാർ രൂപീകരിച്ചിരുന്നു. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്കും നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് പ്രകാരം പോലീസ് സമൻസുകളും വാട്സാപ്പിൽ അയക്കാൻ തുടങ്ങി. ഇനി ഇത് പോലീസ് സമൻസുകൾ നടപ്പിലാക്കാൻ കഴിയില്ല.